ഹലോ, വെൽക്കം ടു എൻ്റെ പ്രയാണം. പാലക്കാട് സ്പെഷ്യൽ കുമ്പളങ്ങ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം മസാലകളെല്ലാം പുരട്ടി വെച്ച് ചിക്കൻ നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റായി ചൂടായി വന്ന ശേഷം ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർക്കുക. പിന്നീട് കുറേ കുമ്പളങ്ങ, ഇത് ഏകദേശം 3/4 കിലോ കുമ്പളങ്ങ ഉണ്ട്, അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം, പിന്നെ ഉപ്പ്, അതും കൂടെ ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഒരു വിസിൽ വെച്ചു കേട്ടോ. അത് റെഡിയാവുന്നതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇന്ന് അനിയൻ വന്നിട്ടുണ്ട്, അപ്പോൾ അവൻ ഡിന്നറിനുണ്ടാവുമെന്ന് പറഞ്ഞു. സാധാരണ ചോറും നാടൻ ചിക്കൻ കറിയും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് സൈഡിൽ വെന്ത് വരുന്നുണ്ട്. നമ്മൾ അടച്ച് വെച്ച് ചിക്കൻ ഓൾമോസ്റ്റ് വെന്തു. ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ റെഡി ആയതിന് വറുത്ത് കോരുകയാണ്. കുട്ടികൾക്ക് ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. എന്നിട്ട് അതേ എണ്ണയിൽ നമ്മൾ വേറൊരു ചിക്കൻ കറി കൂടെ ഉണ്ടാക്കുകയാണ്. ഇതും പാലക്കാടൻ സ്പെഷ്യൽ ചിക്കൻ വരട്ട്. അപ്പോൾ എണ്ണയിലേക്ക് നമ്മൾ ചെറിയുള്ളിയും വലിയുള്ളിയും എല്ലാം കൂടെ ചേർത്ത് അതൊന്ന് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നീട് തക്കാളി കൂടെ ചേർത്ത് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുത്തു. ഇത് നന്നായി മൂത്ത് വന്ന് താളിച്ച ശേഷം അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സായി വന്ന ശേഷം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ഇതൊരു മണിക്കൂറോളം മസാലകളും കാര്യങ്ങളൊക്കെ പുരട്ടി മാറ്റി വെച്ച ചിക്കനാണ്. കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ വരട്ടുന്നത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കുമ്പളങ്ങയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട്, പട്ട, ഗ്രാമ്പൂ തുടങ്ങിയതെല്ലാം ഇട്ടിട്ട് ചെറിയ തേങ്ങ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതാവുന്ന നേരം ഇടയ്ക്കത് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വരട്ട്. ഈ തേങ്ങ നന്നായി ചൂടായി കളറിങ്ങനെ മാറാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് നന്നായി വറുത്ത ശേഷം അതിലേക്ക് ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കുക. ഇത് റെഡിയായ ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളത് അടുപ്പത്തേക്ക് വെച്ച് അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരപ്പ്, നന്നായി അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിക്കണം. അപ്പോഴേക്കും നമ്മുടെ വരട്ടിയത് വൃത്തിയായി വന്നിട്ടുണ്ട്. ആ കുമ്പളങ്ങ കറിയിലേക്കും ഈ വരട്ടിയതിലേക്കൊക്കെ ആവശ്യത്തിന് മല്ലിയില ഇട്ട് മാറ്റി വെച്ചു. എന്നിട്ട് എണ്ണ ചൂടാക്കി തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ച് വരട്ടിയതിൽ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് റെഡി. ഇത് നമ്മൾ കുക്കറിലൊന്നും വേവിച്ചതല്ല കേട്ടോ, സ്ലോ കുക്കിംഗ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നീട് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി ചതച്ചതും കൂടെ മൂപ്പിച്ച് നമ്മുടെ കുമ്പളങ്ങ കറിയിലേക്ക് ചേർത്താൽ കുമ്പളങ്ങ കറി റെഡി. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതൊക്കെയായിരുന്നു. അച്ഛൻ രാത്രി ചോറുണ്ണാത്തതുകൊണ്ട് അച്ഛന് ചപ്പാത്തിയും കുമ്പളങ്ങ കറിയായിരുന്നു. അനിയന് നല്ല ചോറും കുമ്പളങ്ങ കറിയും ചിക്കൻ വരട്ടിയതും ചിക്കൻ ഫ്രൈയും കൂട്ടി ചോറ് കൊടുത്തിട്ടാണ് വിട്ടത്. അവന് ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ആൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കുറച്ച് പൊതിഞ്ഞും കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.